ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ദി വുഡൻ കപ്പ് എന്ന ലെസണിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സോ ആദ്യം ടെക്സ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഹൗ ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ എൻ്റർടൈൻ ദി ബോയ്? വാട്ട് ഡസ് ഇറ്റ് ഷോ? ആ ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണ് ആ ബോയിയെ എൻ്റർടൈൻ ചെയ്യിക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് ഷോ? ഇതിലൂടെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ദി ഗ്രാൻഡ് ഫാദർ യൂസ്ഡ് ടു ഹോൾഡ് ദി ബോയ് ഓൺ ഹിസ് നീ ആൻഡ് ടോൾഡ് ഹിം വണ്ടർഫുൾ സ്റ്റോറീസ്. ഇറ്റ് ഷോസ് ഹൗ ഡിയർലി ദേ ലവ്ഡ് ഈച്ച് അതർ. എന്താണ്? ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ കാലിൽ അവനെ ഇരുത്തിയിട്ട് അവന് നല്ല നല്ല സ്റ്റോറീസൊക്കെ, കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സെക്കൻഡ് വൺ, വൈ ഡിഡ് ദി മദർ സ്പീക്ക് ആംഗ്രിലി? എന്തുകൊണ്ടാണ് ആ മദർ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? വാട്ട് വാസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് റിയാക്ഷൻ? അതിനോട് ഗ്രാൻഡ് ഫാദറിൻ്റെ റിയാക്ഷൻ, പ്രതികരണം എന്തായിരുന്നു? മദർ സ്പോക്ക് ആംഗ്രിലി ഓൺ സീയിങ് ഗ്രാൻഡ് ഫാദർ spilling coffee on the clean white tablecloth. It happened as the poor old man's hands shook. When he lifted the coffee cup, the cup fell from his hands and broke into pieces. The old man sadly looked at her and remained silent. എന്താണ്? ആ മദർ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കാനുണ്ടായ കാരണം ആ ഗ്രാൻഡ് ഫാദർ എന്താണ്, അദ്ദേഹം കോഫി കുടിക്കുന്ന ടൈം മദർ ദേഷ്യത്തിൽ സംസാരിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ആ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം കോഫി കുടിക്കുന്ന ടൈമിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് വീഴാണ് ചെയ്യുന്നത്, അല്ലേ? സോ എന്താണ്, ആ വൈറ്റ് ടേബിൾ ക്ലോത്തിലൊക്കെ ആകെ കോഫി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കോഫി കപ്പ് താഴെ വീണ് പൊട്ടിച്ചിതറിയിട്ടുമുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ആ മദർ എന്താണ്, ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഓൾഡ് മാൻ സാഡ്ലി ലുക്ക്ഡ് അറ്റ് ഹെർ ആൻഡ് റിമെയിൻഡ് സൈലൻറ്റ്. ആ ഗ്രാൻഡ് ഫാദറിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? അദ്ദേഹം ഭയങ്കര സങ്കടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താണ്, മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. തേർഡ് വൺ, വാട്ട് മെയ്ഡ് ദ കിച്ചൺ എ ബ്യൂട്ടിഫുൾ ലാൻഡ്? കിച്ചണിനെ, അടുക്കളയെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡായി മാറ്റി എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ പറഞ്ഞിട്ടുള്ളത്? സൂൺ ആഫ്റ്റർ ഹിസ് ഡിന്നർ റോബോട്ടിനോ യൂസ്ഡ് ടു റൺ ഇൻ ടു ദ കിച്ചൺ where his dear grandfather sadly spent his time. There they moved about happily hand in hand, making the kitchen a beautiful land. റോബോട്ടിനോ അവന് ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ എന്താണ്, അവൻ്റെ ഗ്രാൻഡ് ഫാദർ തനിച്ചിരിക്കുന്ന ആ കിച്ചണിലേക്ക് അവൻ എന്ത് ചെയ്യും? ഓടിപ്പോകുമായിരുന്നു, അല്ലേ? എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ കൈകോർത്തിരുന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാറുണ്ട്, അല്ലേ? സോ അതുകൊണ്ടാണ് ആ കിച്ചൺ ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ് ആയെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈസ് ദ മദർ റൈറ്റ് ഇൻ തിങ്കിങ് ഓഫ് ഗിവിംഗ് ദ ഓൾഡ് മാൻ എ വുഡൻ കപ്പ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ആ മദർ ആ ഗ്രാൻഡ് ഫാദറിന് എന്താണ്, ഒരു വുഡൻ കപ്പ് നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? സോ ആ ഒരു തീരുമാനം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതാനാണ്. സോ എന്ത് എഴുതാം? മദേഴ്സ് തിങ്കിങ് ഈസ് നോട്ട് അറ്റ് ഓൾ റൈറ്റ്. എന്താണ്, ആ മദറിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, നല്ലതല്ല, അല്ലേ? ദി ഗ്രാൻഡ് ഫാദർ വാസ് ഓൾഡ് ആൻഡ് ഹി നെവർ സ്പോയിൽഡ് ദി ടേബിൾ ക്ലോത്ത് ഓർ ബ്രോക്ക് ദി കപ്പ് ഡെലിബറേറ്റ്ലി. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഒരുപാട് പ്രായമായിട്ടുള്ള ആളാണ്, അല്ലേ? അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ആ കപ്പ് പൊട്ടിക്കുകയോ ആ കോഫി അവിടെ കളയുകയോ ചെയ്യുകയില്ല, അല്ലേ? സോ മദേഴ്സ് റിയാക്ഷൻ ഈസ് റോങ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലേ? ഐ കാനോട്ട് ഇൻ എനി വേ ജസ്റ്റിഫൈ ദ മദേഴ്സ് തിങ്കിങ്. എനിക്കൊരിക്കലും ആ അമ്മയുടെ ചിന്തയോട്, അമ്മയുടെ ആ പ്രവൃത്തിയോട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഫിഫ്ത്ത് വൺ, പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് ദാറ്റ് ഷോ ദി ബോയ്സ് ലവ് ഫോർ ഹിസ് ഗ്രാൻഡ് ഫാദർ. ആ ബോയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിനോടുള്ള സ്നേഹം കാണിക്കുന്ന എക്സ്പ്രഷൻസ്, സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? റോബോട്ടിനോ വാസ് അപ്സെറ്റ് വെൻ ഗ്രാൻഡ് പാ ഡ്രോപ്പ്ഡ് ദി കപ്പ്. ഗ്രാൻഡ് പായുടെ കയ്യിൽ നിന്ന് കപ്പ് വീണപ്പോൾ അവന് എന്താണ്, ഭയങ്കര സങ്കടമായിട്ടുണ്ട്.
നെക്സ്റ്റ് ഹി കളക്റ്റഡ് ദി ബ്രോക്കൺ പീസസ് ഓഫ് ദി കപ്പ്. ആ കപ്പിൻ്റെ പൊട്ടിക്കിടക്കുന്ന പീസുകളൊക്കെ അവന് കളക്ട് ചെയ്തു. ഹി പുട്ട് ദം ടുഗദർ കെയർഫുള്ളി. ഹി ടുക്ക് എ സ്മോൾ പീസ് ഓഫ് വുഡ് ഫ്രം ദി ഫയർ പ്ലേസ്. കീപ്പിംഗ് ഹിസ് ഐസ് ഓൺ ദി earthen cup, he began to chip with the pieces of wood to a wooden cup. Sixth one, how did the boy teach his parents the lesson of love? എങ്ങനെയാണ് ആ ബോയ് അവൻ്റെ പാരൻസിന് സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുത്തത്? റോബോട്ടിനോ മെയ്ഡ് എ വുഡൻ കപ്പ്. റോബോട്ടിനോ ഒരു വുഡൻ കപ്പ് നിർമ്മിച്ചു. ഹി ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് ഇറ്റ് ഫോർ ഹെർ ടു ഹാവ് വെൻ ഷി ഗ്രൂ ഓൾഡ് ആൻഡ് വീക്ക് ആസ് ഹിസ് ഗ്രാൻഡ് പാ, ആസ് ഹിസ് ഡിയർ ഗ്രാൻഡ് പാ. എന്നിട്ട് അവന് അമ്മയുടെ അടുത്ത് പറയാണ്, ഈ കപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഗ്രാൻഡ് പേയെ പോലെ അമ്മയും ഓൾഡായിട്ട് അമ്മയും ഗ്രാൻഡ് പേയെ പോലെ ഒരുപാട് പ്രായമൊക്കെ ആയി വയ്യാതാകുന്ന സമയത്ത് അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയാണ് അല്ലേ. ദാറ്റ് ഡീഡ് ഓഫ് റോബോട്ടിനോ വാസ് റിയലി ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഐ ഓപ്പണർ ടു ഹിസ് പാരൻസ്. റോബോട്ടിനയുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ എന്താണ് അവൻ്റെ പാരൻസിൻ്റെ കണ്ണു തുറപ്പിക്കാനായിട്ട് അവനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സെവൻത്ത് വൺ, ഡു യു ലൈക്ക് റോബോട്ടിനോ? വൈ? നിങ്ങൾക്ക് റോബോട്ടിനെ ഇഷ്ടമായോ എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള കാരണവും പറയാനാണ്. ഓക്കെ, എന്ത് എഴുതാം? യെസ്, ഐ ലൈക്ക് റോബോട്ടിനോ. എനിക്ക് റോബോട്ടിനെ ഇഷ്ടമായിട്ടുണ്ട്. ബിക്കോസ് ഹി ഈസ് ബോത്ത് ലവിങ് ആൻഡ് ഇൻ്റലിജൻറ്റ്. കാരണം എന്താണ്? അവന് നല്ല സ്നേഹമുള്ള ഒരു കുട്ടിയാണ്, അതുപോലെ തന്നെ നല്ല ഇൻ്റലിജൻ്റ് ആണ്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. He could successfully teach his parents the necessity to love and care for the aged parents. അവന് ഏജ്ഡ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള പാരൻസിനെ കെയർ ചെയ്യേണ്ടതിൻ്റെ സ്നേഹിക്കേണ്ടതിൻ്റെയും ആവശ്യകത എന്താണെന്ന് അവന് അവൻ്റെ പാരൻസിന് നല്ല സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് റോബോട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. Don't you love your grandparents? How would you care for your grandparents? Write in a paragraph. എന്താണ്? നിങ്ങൾ കണ്ടല്ലോ അല്ലേ, റോബോട്ടിനോ അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. സോ നിങ്ങളെടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ വുഡ് യു കെയർ ഫോർ യുവർ ഗ്രാൻഡ് പാരൻസ്? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ സ്നേഹിക്കുന്നത്, അവരെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ഇൻ എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെ എഴുതാം? ഐ ലവ് മൈ ഗ്രാൻഡ് പാരൻസ് എ ലോട്ട്. എന്താണ്? എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഒരുപാട് ഇഷ്ടമാണ്. ദെയർ പ്രസൻസ് മേക്സ് മീ ഹാപ്പി. അവരുടെ പ്രസൻസ്, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എന്താണ്, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഐ ഹെൽപ്പ് ഗ്രാൻഡ് പാ ഇൻ ടേക്കിംഗ് ഹിസ് മെഡിസിൻസ് ആൻഡ് അസിസ്റ്റ് ഹിം ഇൻ ഹിസ് ഡെയിലി കോറസ്. എന്താണ്? ഞാൻ ഗ്രാൻഡ് പേയെ അദ്ദേഹത്തിന് മെഡിസിൻസ് ഒക്കെ എടുത്തു കൊടുക്കാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ദിനചര്യകളിലൊക്കെ അദ്ദേഹത്തെ സഹായിക്കാറുണ്ട്. ഐ ഓൾസോ ഹെൽപ്പ് ദം ടു ലേൺ എബൌട്ട് ന്യൂ ടെക്നോളജീസ്. അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജീസിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് എന്താണ് പഠിപ്പിച്ച് കൊടുക്കാറുണ്ട് അല്ലേ. ദേ ലവ് മീ എ ലോട്ട് ആൻഡ് വി ഫീൽ ഗുഡ് സ്പെൻഡിങ് ടൈം ടുഗദർ. എന്താണ്? അവർ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് അവരുടെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാനായിട്ട് എന്താണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അല്ലേ. അവരുടെ കൂടെ ചിലവഴിക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. മൈ ഗ്രാൻഡ് മാ കുക്സ് മൈ ഫേവറേറ്റ് ഡിഷസ്. എൻ്റെ ഗ്രാൻഡ് മാ എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷസൊക്കെ, എൻ്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. ഐ ഹെൽപ്പ് ഹെർ ഇൻ കുക്കിംഗ്. അവരെ ഞാൻ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യാറുള്ളത് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. സോ നെക്സ്റ്റ്, സെക്കൻഡ് വൺ, ഡോണ്ട് യു റിമെമ്പർ ദി സ്റ്റോറീസ് യുവർ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് ടോൾഡ് യു? ഹൗ ഡിഡ് യു ഫീൽ ദെൻ? റീകളക്ട് എ സ്റ്റോറി ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദി ക്ലാസ്. യു മേ ഓൾസോ ഡിസ്ക്രൈബ് ദ ഫീലിങ്സ് യു ഹാഡ് വെൻ യു ലിസൺ ടു ഇറ്റ്. എന്താണ്? നിങ്ങളുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറീസ്, കഥകൾ പറഞ്ഞു തരാറുണ്ടാവുമല്ലോ അല്ലേ. അതിൽ വരുന്ന ഒരു സ്റ്റോറി നിങ്ങളോട് എന്താണ് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്നും കൂടി എഴുതണം. ഓക്കെ, സോ ഇവിടെ ഒരു സ്റ്റോറി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസ് പറഞ്ഞു തന്ന എന്തെങ്കിലും ഒരു സ്റ്റോറി എഴുതാവുന്നതാണ്. Ramu was a 10 years old boy. He lost his father when he was 5. രാമു ഒരു 10 വയസ്സുള്ള കുട്ടിയാണ് അല്ലേ. അവന്
അവൻ്റെ ഫാദറിനെ അവന് 5 വയസ്സുള്ള സമയത്ത് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. ഹിസ് മദർ വർക്ക്ഡ് ഹാർഡ് ടു ലുക്ക് ആഫ്റ്റർ ഹെർ ഓൺലി ചൈൽഡ്. അവൻ്റെ അമ്മ അവനെ നോക്കാനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, കഷ്ടപ്പെട്ടിട്ടുണ്ട്. വൺ ഡേ രാമു ഹാഡ് എ സിവിയർ ഫീവർ. ഒരു ദിവസം രാമുവിന് നല്ല പനി വന്നിട്ടുണ്ട്. ഹിസ് മദർ അഡ്മിറ്റഡ് ഹിം ടു എ നിയർ ബൈ ഹോസ്പിറ്റൽ. അവൻ്റെ അമ്മ അവനെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വെൻ എക്സാമിൻഡ് ദി ഡോക്ടർ ഫൗണ്ട് ദാറ്റ് രാമൂസ് ബോത്ത് കിഡ്നീസ് വേർ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ്. ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത്, അവൻ്റെ 2 കിഡ്നിയും കംപ്ലീറ്റ് ആയിട്ടും ഡാമേജ് ആയിട്ടുണ്ട്, കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അല്ലേ. ഹിസ് ലൈഫ് വാസ് ഇൻ ഡേഞ്ചർ. അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഉള്ളത്. ഫോർച്ചുനേറ്റ്ലി ഹിസ് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച്ഡ് വിത്ത് ഹിസ് മദേഴ്സ്. നോക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ചിങ് ആണ്. വെരി സൂൺ ദേ വേർ ടേക്കൺ ടു ദ മെഡിക്കൽ കോളേജ് ആൻഡ് എ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി വാസ് എഫക്റ്റീവ്ലി ഡൺ. എന്നിട്ട് എന്ത് ചെയ്തു? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി അവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവൻ്റെ അമ്മയുടെ കിഡ്നി അവന് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. രാമു താങ്ക്ഫുള്ളി കിസ്ഡ് ഹിസ് മദർ. രാമു നന്ദിയോടെ അവൻ്റെ അമ്മയെ കിസ് ചെയ്തു. രാമുസ് മദർ കുഡ് നോട്ട് കൺട്രോൾ ഹെർ ഫീലിങ്സ്. രാമുവിൻ്റെ മദറിന് അവരുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മൈ സൺ, ഐ വുഡ് ഹാവ് ഗിവൺ യു എവൻ മൈ ഹാർട്ട്. എൻ്റെ മോനെ, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം വരെ തരും എന്ന് പറയാണ് അവനോട്. ഷീ സെഡ്. ബോത്ത് ദി മദർ ആൻഡ് സൺ ലിവ്ഡ് ലോങ് വെരി ഹാപ്പിലി. പിന്നീട് അമ്മയും മോനും ഒരുപാട് കാലം ഹാപ്പി ആയിട്ട് ജീവിച്ചു. ദെൻ നെക്സ്റ്റ് ഈ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് എന്ന് എഴുതാനാണ്. സോ എന്ത് പറയാം? ഐ ഫെൽറ്റ് റിയലി ഗുഡ് ലിസണിങ് ടു ദ സ്റ്റോറി. My grandmother always tells me wonderful stories. As grandma makes me sleep, she would tell me stories about her life, friends, family matters, of course about her birthplace. സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. ഗ്രാൻഡ് മദർ എനിക്ക് നല്ല വണ്ടർഫുൾ നല്ല സ്റ്റോറീസ് പറഞ്ഞു തരാറുണ്ട്. ഗ്രാൻഡ്മ എന്നെ ഉറക്കുമ്പോൾ എനിക്ക് ഒരുപാട് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തരാറുണ്ട്. എന്തിനെ കുറിച്ചായിരിക്കും? അവരുടെ ജീവിതത്തെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ജന്മ നാടിനെ കുറിച്ചൊക്കെ ആയിരിക്കും. ഷി വുഡ് ടെൽ ദ സെയിം സ്റ്റോറീസ് ഓവർ ആൻഡ് ഓവർ ടു മീ ആൻഡ് മൈ കസിൻസ്. പറഞ്ഞ കഥകൾ തന്നെ പിന്നെയും എനിക്കും എൻ്റെ കസിൻസിനൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഷീ ഈസ് നെവർ ടയേർഡ് ഓഫ് ടെല്ലിങ് സ്റ്റോറീസ് ആൻഡ് ദേ ഓൾവേസ് സീംസ് ടു ബ്രിങ് എ സ്മൈൽ ടു ഹെർ ഫേസ്. ഈ സ്റ്റോറീസ് എത്ര പറഞ്ഞു തന്നാലും അവരൊരിക്കലും ടയേർഡ് ആവുന്നില്ല, ക്ഷീണിക്കുന്നില്ല അല്ലേ. അതുപോലെ തന്നെ കഥകളൊക്കെ പറഞ്ഞു തരുമ്പോൾ അവരുടെ ഫേസിൽ എപ്പോഴും ഒരു ചിരി ഉണ്ടായിരിക്കും. ദെൻ തേർഡ് വൺ, ഡിസ്ക്രൈബ് എനി മെമ്മറബിൾ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് വെൻ യു വർ വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്. റോൾ പ്ലേ ഇറ്റ് ഇൻ ദി ക്ലാസ് റൂം. നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള, മറക്കാൻ കഴിയാത്ത ഒരു ഇൻസിഡൻറ്റ്, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായത് നിങ്ങളോട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഇൻസിഡൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ എന്താണെന്ന് നോക്കാം അല്ലേ. വൺ ഡേ ഐ വെൻറ്റ് ഫോർ എ വാക്ക് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ടു ദ നിയർ ബൈ പാർക്ക്. ഇറ്റ് വാസ് എ സണ്ണി ഡേ. വെൻ വി റീച്ച്ഡ് ദ പാർക്ക് I saw an ice cream seller there. I told grandfather that I want ice cream. He bought 2 ice creams. I wonder why he bought 2 ice creams and asked him about it. He gave me a smile and walked straight to a boy who was sitting there in torn clothes. He gave that ice cream to him and the boy smiled at him. That day he made me understand that even small things can do wonders. ഒരു ദിവസം മുത്തശ്ശൻ്റെ കൂടെ അവിടെ അടുത്തുള്ള പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ
അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം സെല്ലർ, ഐസ്ക്രീം വിൽക്കുന്ന ആൾ നിൽക്കുന്നുണ്ട് അല്ലേ. ഞാൻ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം 2 എണ്ണം വാങ്ങിച്ച് വരുന്നുണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു, എന്തിനാണ് അദ്ദേഹം 2 ഐസ്ക്രീമൊക്കെ വാങ്ങിയിരിക്കുന്നത് എന്നല്ലേ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു, അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് എന്താണ് നേരെ നടന്നു പോവുകയാണ് ചെയ്തത് അല്ലേ. എന്നിട്ട് അവിടെ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അവന് ആ ഐസ്ക്രീം കൊടുക്കുകയാണ് ചെയ്തത്. അത് കിട്ടിയപ്പോൾ ആ കുട്ടി സന്തോഷത്തോടെ മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് മുത്തശ്ശന് അന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഓക്കെ, സോ ഇതുപോലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 4, see how happy Robertino and his grandfather were in the kitchen. Imagine how they spend time with each other. Describe such a scene. എന്താണ്, ഗ്രാൻഡ് ഫാദറും റോബോട്ടിനെയും കൂടി കിച്ചണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഹാപ്പി ആയിട്ട് അല്ലേ. സോ ഇതുപോലെ ഗ്രാൻഡ് ഫാദറും അവനും തമ്മിൽ ചിലവഴിക്കുന്ന ഒരു സംഭവം, ഒരു ചെറിയ ഒരു സീന് നമ്മളോട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. യു മേ റൈറ്റ് എബൌട്ട്, നിങ്ങൾക്ക് എന്തിനെ കുറിച്ചൊക്കെ എഴുതാന്നാണ് പറയുന്നത്. ദെയർ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ദെയർ ഡീപ്പ് ലവ് ഫോർ ഈച്ച് അതർ, അവർ തമ്മിലുള്ള ആ ഡീപ്പായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിലോ ദി ആക്ടിവിറ്റീസ് ദ എൻഗേജ്ഡ് ഇൻ, അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. സോ ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുക്കുന്നത്. റോബോട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ഈച്ച് അതർ എ ലോട്ട്. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ടു റീഡ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ഓൾസോ വാട്ടറിങ് ദി പ്ലാന്റ്സ്. എന്താണ്, റോബോട്ടിനോയും ഗ്രാൻഡ് ഫാദറും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അല്ലേ. അവന് ഗ്രാൻഡ് ഫാദറിനെ എന്താണ് ന്യൂസ് പേപ്പർ വായിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആ ചെടികളൊക്കെ നനയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് പാ ലെറ്റ് us ഗോ ടു ദ ഗാർഡൻ. ഗ്രാൻഡ് പാ പറയാണ് നമുക്ക് ഗാർഡനിലേക്ക് പോവാന്ന്. അപ്പോൾ റോബോട്ടിനോ എന്ത് പറയുന്നു, ഷുവർ ഗ്രാൻഡ് പാ, ഓക്കെ എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഗ്രാൻഡ് പാ ലെറ്റ് us വാട്ടർ ദി പ്ലാന്റ്സ്, നമുക്ക് ചെടികളൊക്കെ നനയ്ക്കാന്ന് പറയാണ്. അപ്പോൾ റോബോട്ടിനോ ഹേ ലുക്ക് ദർ ഈസ് എ ന്യൂ ഫ്ലവർ ഓൺ ദി റോസ് പ്ലാന്റ്. എന്താണ്, ആ റോസ് പ്ലാന്റിൽ, റോസാ ചെടിയിൽ പുതിയൊരു ഫ്ലവർ, പൂവ് വിരിഞ്ഞിട്ടുണ്ടെന്ന് ഗ്രാൻഡ് പായോട് പറയാണ്. 5th activity, you have seen how love binds all members of the family together. No wonder love is the string of a necklace, the beads of which are the members of the family. You must have had a lot of happy occasions when your family and relatives got together. Describe any such occasion in your own words, birthdays, weddings, etc. ഈ സ്റ്റോറിയിൽ നമ്മൾ കണ്ടത് ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് എന്താണ്, ഒരു മാലയിലെ മുത്തുകൾ പോലെയാണെന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന എന്തെങ്കിലും ഒക്കേഷൻസ്, ഒരുപാട് ഒക്കേഷൻസ്, പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. വെഡ്ഡിങ്, ബർത്ത്ഡേ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ്. സോ അതിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളോട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെഴുതാം, ഐ ലവ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. എനിക്കെന്താണ്, എൻ്റെ ഫാമിലിയോട് കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. വി ഹാഡ് എ ബ്ലാസ്റ്റ് ഡ്യൂറിങ് മൈ കസിൻസ് വെഡ്ഡിങ്. We enjoyed a lot attending all the traditional ceremonies and having a quality time with our relatives. My grandmother was the happiest to see the whole family together. We took a lot of pictures and enjoyed the late night talks and games. It was like a dream come true. We enjoyed the days without any worries and the memories will last forever. സോ ഇവിടെ കസിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത് അല്ലേ. എൻ്റെ ഗ്രാൻഡ് മദറിനൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ അല്ലേ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ എന്തൊക്കെ എൻജോയ് ചെയ്തെന്നാണ് പറയുന്നത്, ലേറ്റ് നൈറ്റ് ടോക്സ് ആൻഡ് ഗെയിംസ്, ഒരുപാട് ഗെയിംസ്. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ലേറ്റായിട്ട് രാത്രിയിൽ എല്ലാവരും കൂടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു. സോ അത് എന്തായിരുന്നെന്നാണ് പറയുന്നത്, ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ, ഒരു സ്വപ്നം എന്താണ് യാഥാർത്ഥ്യമായ പോലെ ആയിരുന്നു എല്ലാവർക്കും ഫീൽ ചെയ്തത്. ആ ദിവസം ഞങ്ങൾ എന്താണ്, ഒരു വെറീസും ഒരു സങ്കടങ്ങളും ഒന്നുമില്ലാതെ എന്താണ് ആ ദിവസം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓർമ്മകൾ ഇന്നും എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട്.
നെക്സ്റ്റ് സിക്സ്ത് ആക്ടിവിറ്റി, ഗ്രാൻഡ് പാരൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ മെനി കൺട്രീസ് ഫോർ ഹണറിങ് ഗ്രാൻഡ് പാരൻസ്. ഗ്രാൻഡ് പാരൻസിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു ബഹുമതി നൽകാൻ വേണ്ടിയിട്ട് എന്താണ് ഗ്രാൻഡ് പാരൻസ് ഡേ നമ്മൾ പല കൺട്രീസിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഡു യുവർ ഗ്രാൻഡ് പാരൻസ് ലിവ് വിത്ത് യു? നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രിപ്പയർ എ ഗ്രീറ്റിംഗ് കാർഡ് എക്സ്പ്രസിങ് യുവർ ലവ് ആൻഡ് കെയർ ഫോർ യുവർ ഗ്രാൻഡ് പാരൻസ്. സോ ഇവിടെ ഗ്രാൻഡ് പാരൻസ് ഡേക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിന് കൊടുക്കാനായിട്ട് അവരോടുള്ള സ്നേഹവും കെയറും കാണിക്കുന്ന എന്താണ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 1-2 മോഡൽസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയായിട്ട് തയ്യാറാക്കാവുന്നതാണ്. നെക്സ്റ്റ് 7th വൺ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി റീഡിംഗ് ഓഫ് ദി സ്റ്റോറി ദി വുഡൻ കപ്പ്. ഈ ദി വുഡൻ കപ്പ് എന്ന ഈ സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഫസ്റ്റ് വൺ, ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദർ? എത്ര ക്യാരക്ടേഴ്സ് ആണ് ഈ സ്റ്റോറിയിൽ ഉള്ളത് എന്നാണ്. എത്ര പേരുണ്ട്? 4. സോ അതിൻ്റെ കമൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. റോബോട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ഈച്ച് അതർ. ദി മദർ ഡിഡ് നോട്ട് കെയർ ഫോർ ദി ഗ്രാൻഡ് ഫാദർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു ഫൈൻഡ് സച്ച് ക്യാരക്ടേഴ്സ് ഇൻ റിയൽ ലൈഫ്? ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ദി ക്ലാസ്. ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സിനെ നിങ്ങൾ റിയൽ ലൈഫിൽ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഷെയർ യുവർ എക്സ്പീരിയൻസസ് വിത്ത് യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. സോ എന്താണ്? യെസ്, നമുക്ക് കാണാൻ കഴിയൂലേ അതുപോലെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ. സോ അതിൻ്റെ കമൻസ് എന്ത് എഴുതാം? ലാക്ക് ഓഫ് ലവ് ക്രിയേറ്റ്സ് സച്ച് അൺഹാപ്പി ഹോംസ്. എന്താണ്? സ്നേഹക്കുറവാണ് ഇതുപോലെയുള്ള അൺഹാപ്പി ആയിട്ടുള്ള വീടുകൾ, ഹാപ്പി അല്ലാത്ത വീടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ, ഹാവ് യു കം അക്രോസ് എനി ന്യൂ എക്സ്പ്രഷൻസ് ഇൻ ദി സ്റ്റോറി? എന്താണ് ഈ സ്റ്റോറിയിൽ എന്തെങ്കിലും പുതിയ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ എന്തെഴുതാം? ദി കപ്പ് സീംഡ് ടു ബി ഹോൾ. ഓക്കെ, ആ ഒരു എക്സ്പ്രഷൻ അല്ലേ. സോ അതിനുള്ള കമൻസ്, ദി ഹോൾ ഐഡിയ ഈസ് ഗിവൺ യൂസിങ് ദ മിനിമം നമ്പർ ഓഫ് വേർഡ്സ്. കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് അവിടെ വലിയൊരു ഐഡിയ, വലിയൊരു കാര്യത്തെ പറയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി സ്റ്റോറി? സ്റ്റോറിയെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറ്റ്സ് എ ഫൈൻ സ്റ്റോറി. എന്താണ്? ഒരു നല്ല സ്റ്റോറിയാണ് അല്ലേ. ഇറ്റ്സ് ടീച്ചേഴ്സ് ദ ലെസൺ ഓഫ് ലവ്. ഈ സ്റ്റോറി നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? സ്നേഹത്തിൻ്റെ വിലയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, ഹൗ ഡസ് ദി സ്റ്റോറി ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ബെറ്റർ? ഓക്കെ, ഈ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ്? ദിസ് സ്റ്റോറി റിമൈൻഡ്സ് മീ ടു ടേക്ക് കെയർ ഓഫ് ഏജ്ഡ് പീപ്പിൾ. എന്താണ്? ഏജ്ഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകളെ നമ്മൾ നന്നായി കെയർ ചെയ്യണം എന്ന കാര്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. ഓൾ ഏജ്ഡ് പീപ്പിൾ നീഡ് മോർ കെയർ ഫ്രം അവർ പാർട്ട്. ഈ എല്ലാ ഏജ്ഡ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകൾക്കും നമ്മുടെ എന്താണ് കെയർ ആവശ്യമാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് സിക്സ്ത് വൺ, വാട്ട് ആർ ദ വേർഡ്സ് യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ലവ്, കെയർ, ഹാപ്പിനെസ്. ദീസ് വേർഡ്സ് എക്സ്പ്രസ് ദ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി. ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിനിടയിൽ വേണ്ട എന്താണ് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ്, വാട്ട് ഡു യു ലൈക്ക് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. റോബോട്ടിനോ മേക്കിംഗ് ദ വുഡൻ കപ്പ്. ആ റോബോട്ടിനോ വുഡൻ കപ്പ് നിർമ്മിക്കുന്നതാണ് അല്ലേ. ഓൺലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ ക്യാൻ റെസ്പോണ്ട് ലൈക്ക് ദിസ്. നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ ഈ തരത്തിൽ എന്താ ഒരു കാര്യത്തോട് പ്രതികരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ എയ്ത്ത് വൺ, വാട്ട് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഡസ് ദ സ്റ്റോറി റിമൈൻഡ് യു ഓഫ്? എന്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ സ്റ്റോറിയിലൂടെ ഓർമ്മപ്പെടുത്തി തരുന്നത്? ലവ് ആൻഡ് കെയർ ഷുഡ് ബി ഗിവൺ അൺആസ്ക്ഡ്. എന്താണ്? സ്നേഹവും കെയറും എന്ന് പറയുന്നത് ചോദിക്കാതെ തന്നെ നൽകേണ്ട ഒരു കാര്യമാണെന്ന് ഇതിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലേ. ഓഫൺ വി ഫോർഗെറ്റ് ദിസ്. എന്താണ്? എന്നാലും നമ്മളത് മറന്നു പോവുകയാണ് അല്ലേ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് ഡസ് ദ സ്റ്റോറി കൺവേ? ഈ സ്റ്റോറിയിലൂടെ എന്ത് മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നത്? വൺ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹിസ് ഏജ്ഡ് പാരൻസ്. എന്താണ്? എല്ലാവരും അവരുടെ ഏജ്ഡ് ആയിട്ടുള്ള പാരൻസിനെ നന്നായി കെയർ ചെയ്യണം. Then the story is an eye-opener to all those who neglect their grandparents. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഗ്രാൻഡ് പാരൻസിനെ കെയർ ചെയ്യാത്ത ആളുകൾക്കുള്ള എന്താണ് ഒരു ഐ ഓപ്പണർ ആണ് അല്ലേ. അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ്. നെക്സ്റ്റ് 8th വൺ, ക്യാൻ യു റീടെൽ ദ സ്റ്റോറി ദി വുഡൻ കപ്പ്? നിങ്ങൾക്ക് ദ വുഡൻ കപ്പ് എന്ന സ്റ്റോറി
റീടെൽ ചെയ്യാൻ വീണ്ടും പറയാനായിട്ട് സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിൽ ഇൻ ദ ബോക്സസ് വിത്ത് ദ മേജർ ഇവൻറ്റ്സ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം ആ താഴെയുള്ള ബോക്സുകളിൽ ഈ സ്റ്റോറിയുടെ മേജർ ഇവൻറ്റ്സ് മെയിനായിട്ട് വരുന്ന സംഭവങ്ങൾ താഴെയുള്ള ബോക്സുകളിലേക്ക് ഫില്ല് ചെയ്യാനാണ്. ഓക്കെ, ഫസ്റ്റ് ഇവൻ്റ് അവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. ദി സ്റ്റോറി സ്റ്റാർട്ട്സ് എ ഫാമിലി ഓഫ് 4 members in Italy, Robotino, his parents and his grandfather. ഓക്കെ, ബാക്കി ഇവൻറ്റ്സ് എങ്ങനെ എഴുതാം? റോബോട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ഈച്ച് അതർ എ ലോട്ട്. Robotino's mother behaved rudely to grandpa when his hand shook and the cup broke into pieces. The next, grandpa had to move to the kitchen. After that, Robotino finished his dinner fast and ran to the kitchen and had a good time with grandpa. One day, grandfather broke a cup of soup and Robotino's parents gets angry again. Robotino picks up the pieces of cup and put them together. He began to make a wooden cup. He tells his mother the cup is for her when she gets old. Robotino's parents understand their mistake and once again grandfather was loved and cared by all. ഇനി നെക്സ്റ്റ്, നൗ റൈറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങളുടേതായ രീതിയിൽ ഈ സ്റ്റോറി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മുകളിൽ നമ്മൾ ഈ സ്റ്റോറിയുടെ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് സംഭവങ്ങൾ ഏതൊക്കെയാണ് എഴുതിയാലോ അല്ലേ. ജസ്റ്റ് അതൊന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, എങ്ങനെ എഴുതാം? വൺസ് അപ്പോൺ എ ടൈം ദർ ലിവ്ഡ് എ ഫാമിലി ഓഫ് 4, റോബോട്ടിനോ, ഹിസ് പാരൻസ് ആൻഡ് ഗ്രാൻഡ് ഫാദർ. Grandfather and grandson loved each other a lot and enjoyed the time together. Robotino's mother behaved rudely to the grandpa when his hands shook and the cup broke into pieces. Grandpa had to move to kitchen after that. Robotino finished his dinner fast and ran to kitchen and had a good time with grandpa. One day, grandfather spilled the cup of soup and the cup broke into pieces. Robotino's mother started shouting at the old man and Robotino got really upset hearing that. He carefully picked up the broken pieces and put it together. He took up a piece of wood from fireplace and started to carve it. When mother inquired about, he told he was making a wooden cup for her to have when she gets old like grandpa. His parents feel ashamed and understand their mistake. Okay, ഇത്രയേ ഉള്ളൂ അല്ലേ. സോ ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റോറി അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ എന്താണ്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. നെക്സ്റ്റ്, റൈറ്റ് എ സ്റ്റോറി ഓഫ് യുവർ ഓൺ അറേഞ്ചിങ് ദ ഇവൻറ്റ്സ് ഇൻ പ്രോപ്പർ സീക്വൻസ്. യൂസ് എ സ്റ്റോറി വീൽ ആസ് ഗിവൺ എബോ. എന്താണ്, ഇനി ഇതുപോലെ സ്റ്റോറി വീല് മുകളിൽ കണ്ടില്ലേ, മെയിൻ ഇവൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടൊരു സ്റ്റോറി വീല് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ നിങ്ങൾ വേറെ ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കാം അല്ലേ. Once a fox was walking through a vineyard. He was very hungry. His mouth started watering looking upon a ripe bunch of grapes hanging high on a vine. He leaped up high in the air with all his strength. He tried again and again, but each time in vain. He finally took a long, hard look at the grapes and remarked, "These grapes are not even ripe yet," and walked away. ഇതേത് സ്റ്റോറിയാണ്? നമ്മൾ ഒരു ഫോക്സ്, ഒരു കുറുക്കന് ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ എന്താണ്, വിശന്നിട്ട് മുന്തിരി വള്ളിയിൽ മുന്തിരി കാണുമ്പോൾ അത് പറിക്കാനായിട്ട് കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് അവസാനം മുന്തിരി കിട്ടാതെ ആകുമ്പോൾ ഈ മുന്തിരി പുളിയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്ന ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ. ആ സ്റ്റോറിയാണ് ഇത്. നെക്സ്റ്റ്, 9th question, how did Robotino bring back love and happiness to his home? Write a paragraph. എങ്ങനെയാണ് റോബോട്ടിനോ അവൻ്റെ വീട്ടിലേക്ക് ആ ഹാപ്പിനെസ്, ആ സന്തോഷവും സ്നേഹവും ഒക്കെ തിരികെ കൊണ്ടുവന്നത്? റൈറ്റ് എ പാരഗ്രാഫ്. പാരഗ്രാഫാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റോബോട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്, ബട്ട് ഹിസ് മദർ വാസ് ഇംപേഷ്യൻറ്റ് വിത്ത് ഹിം, എസ്പെഷ്യലി വെൻ ഹിസ് ഹാൻഡ്സ് ഷുക്ക് ആൻഡ് ഹി ഡ്രോപ്പ്ഡ് വാട്ട് ഹി വാസ് ഹോൾഡിങ്. റോബോട്ടിനിക്ക് അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ എന്താണ് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അവൻ്റെ അമ്മ അങ്ങനെയല്ലായിരുന്നു അല്ലേ. ആ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ വിറയൽ കാരണം കയ്യിൽ എന്തെങ്കിലും, അദ്ദേഹം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ എന്താണ്, അവൻ്റെ അമ്മയുടെ
ക്ഷമ നശിക്കും, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു അല്ലേ. ഹി ഹാഡ് ടു ഈറ്റ് എലോൺ ഇൻ ദ കിച്ചൺ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തനിച്ച് കിച്ചണിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. വൺ ഡേ ഹിസ് ഹാൻഡ്സ് ഷുക്ക് ആൻഡ് ഹി ഡ്രോപ്പ്ഡ് ഹിസ് കപ്പ് ഓഫ് സൂപ്പ്. The mother became very angry and said that he would be served only in a wooden cup thereafter. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം കുടിക്കുന്ന സൂപ്പിൻ്റെ കപ്പ് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം അവൻ്റെ അമ്മ എന്ത് തീരുമാനിച്ചു, അദ്ദേഹത്തിന് വുഡൻ കപ്പിൽ മാത്രമേ ഇനി സെർവ് ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ റോബോട്ടിനോ കളക്റ്റഡ് ദ പീസസ് ഓഫ് കപ്പ് ആൻഡ് പുട്ട് ദം ടുഗദർ. ദെൻ ഹി സ്റ്റാർട്ടഡ് ചിപ്പിംഗ് എ കപ്പ് out of a piece of wood. When asked, Robotino replied that he was making the cup for his mother to have when she grew old. എന്താണ്, റോബോട്ടിനോ അതിൻ്റെ പീസസൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്താണ്, ഒരു വുഡ് എടുത്തിട്ട്, ഒരു മരക്കഷ്ണം എടുത്തിട്ട് അതുകൊണ്ട് ഒരു കപ്പ് നിർമ്മിക്കുകയാണ്. അമ്മ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ എന്ത് പറഞ്ഞു, ഇത് അമ്മക്ക് ഓൾഡ് ആകുമ്പോൾ, അമ്മക്ക് ഏജ് ആകുമ്പോൾ അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് എന്നല്ലേ. ദിസ് റിമാർക്ക് മെയ്ഡ് ഹെർ അഷെയിംഡ്. ഫ്രം ദാറ്റ് ടൈം റോബോട്ടിനോസ് പേരൻസ് ബിഗാൻ ടു ടേക്ക് കെയർ ഓഫ് ദി ഓൾഡ് മാൻ. ദസ് റോബോട്ടിനോ ബ്രോട്ട് ബാക്ക് ലവ് ആൻഡ് ഹാപ്പിനെസ് ടു ഹിസ് ഹോം. എന്താണ്, അവൻ ആ കപ്പ് ഉണ്ടാക്കിയിരുന്നു അല്ലേ. ആ ഒരു പ്രവൃത്തി അവൻ്റെ പേരൻസിന് എന്താണ്, അഷെയിംഡ് ആയില്ലേ, അവർക്കത് കണ്ടപ്പോൾ നാണക്കേട് തോന്നി. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, പിന്നീട് അവരുടെ ഓൾഡ് ആയിട്ടുള്ള അവരുടെ ഗ്രാൻഡ് ഫാദറിനെ അവർ പേരൻസ് കെയർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവൻ്റെ വീട്ടിൽ സന്തോഷം തിരികെ കൊണ്ടുവന്നത്. നെക്സ്റ്റ് 10th ആക്ടിവിറ്റി, എ ഹൗസ് ഈസ് ബിൽഡ് ബൈ ഹാൻഡ്സ് ബട്ട് എ ഹോം ഈസ് ബിൽഡ് ബൈ ഹേർട്സ്. എന്താണ്, ഒരു ഹൗസ് നിർമ്മിക്കുന്നത് ഹാൻഡ് കൊണ്ടാണ്, പക്ഷേ എന്താണ്, ഹോം എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് നിർമ്മിക്കേണ്ടതാണ് അല്ലേ. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് എ ഹൗസ് എ ഹാപ്പി പ്ലേസ് ടു ലിവ് ഇൻ. ഒരു വീട് അത് ജീവിക്കാനുള്ള ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സ്ഥലമായി മാറ്റണമെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സിനിടയിൽ സ്നേഹവും പരസ്പരം മനസ്സിലാക്കുകയും വേണം. ദെൻ കെയർ ഫോർ ഈച്ച് അതർ, അതുപോലെ റെസ്പെക്റ്റ് വേണം, ബഹുമാനം വേണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എല്ലാ കാര്യങ്ങളും എന്താണ്, ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കണം. ഹെൽപ്പിംഗ് ഈച്ച് അതർ, എന്താണ്, മറ്റുള്ളവരെ സഹായിക്കണം. ഇവയൊക്കെയാണ് വേണ്ടത്. നെക്സ്റ്റ്, നൗ റൈറ്റ് അബൌട്ട് എ ഹാപ്പി ഹോം യൂസിങ് ദ ഹിംസ് ഗിവൺ. താഴെ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഹാപ്പി ഹോമിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി മെമ്പേഴ്സിനിടയിലുള്ള റിലേഷൻഷിപ്പ്, കെയർ, അതുപോലെ ലവ്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇവയൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എവറി വൺ ഓഫ് അസ് ആൻഡ് വി ഓൾ ലവ് അവർ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും എന്താണ്, ഫാമിലിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വെറെവർ വി ഗോ ഇൻ ദിസ് വേൾഡ് ആൻഡ് വാട്ട് എവർ വി മേ അച്ചീവ്, അവർ ഹേർട്ട് ആൻഡ് സോൾ വിൽ ഓൾവേസ് ബി ഇൻ അവർ ഹോം. എവിടെ പോയാലും നമ്മൾ എന്ത് നേടിയാലും തന്നെ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഫാമിലിയോട് കൂടെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് വേർ അവർ ബ്യൂട്ടിഫുൾ ഫാമിലി ഈസ്. കാരണം എന്താണ്, നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട് അല്ലേ. ഈസ് നത്തിങ് ഇൻ ദിസ് വേൾഡ് ക്യാൻ ബി സ്ട്രോങ്ങർ ദാൻ ദി ബോണ്ടിങ് ഓഫ് ദി ബ്ലഡ്. ഈ ലോകത്ത് എന്താണ്, ഈ ബ്ലഡിനെക്കാളും എന്താണ് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് വേറെ വരുന്നില്ല അല്ലേ. കാരണം എന്താണ്, ഫാമിലി തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് രക്തബന്ധമാണ് അല്ലേ. അതുപോലെ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ വേറെ ഈ ലോകത്തില്ല എന്നാണ് പറയുന്നത്. ദി മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഫാമിലി മേ ഹാവ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ്, make quarrels often for silly things, but in spite of all these, it is our family that supports us during our ups and downs. എന്താണ്, ഒരു ഫാമിലി മെമ്പേഴ്സിനിടയിൽ ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും, അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വഴക്കൊക്കെ ഉണ്ടാകും. എന്നാലും എന്താണ്, ആ ഫാമിലി തന്നെയാണ് നമ്മുടെ അപ്സിലും ഡൗൺസിലും, നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും കൂടെ നിൽക്കുന്നതും. ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്, as we grow older, our health declines. We often become prey to several illnesses such as loss of memory, shivering, indigestion, sleeplessness, etc. എന്താണ്, നമ്മളൊക്കെ വലുതാകുമ്പോൾ, പ്രായമാകുമ്പോൾ എന്താണ്, നമ്മുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഒരുപാട് അസുഖങ്ങളോട് നമ്മൾ പൊരുതേണ്ടി വരുന്നുണ്ട് അല്ലേ. മെമ്മറി, ഓർമ്മകൾ നഷ്ടപ്പെടുന്നു, നമുക്ക് എന്താണ്, കയ്യിനും കാലിനൊക്കെ വിറയലൊക്കെ വരുന്നു, ഉറക്കമില്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. സോ യു മേ ഫോം ഗ്രൂപ്പ്സ് ആൻഡ് കണ്ടക്ട് എ സർവേ ഓൺ ദി പ്രോബ്ലംസ് ആൻഡ് ഇൽനെസ് ഓഫ് ദി ഏജ്ഡ് പീപ്പിൾ.
പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദി ഡാറ്റ കളക്റ്റഡ്. നിങ്ങളോട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ട് ഒരു സർവേ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ, പ്രായമായിട്ടുള്ള ആളുകളുടെ പ്രോബ്ലംസും അതുപോലെ അവരുടെ അസുഖങ്ങളും ഇവയെക്കുറിച്ചാണ് ചെയ്യേണ്ടത്. അവസാനം കളക്ട് ചെയ്ത ഡാറ്റയ്ക്ക് അനുസരിച്ച് നിങ്ങളോടൊരു റിപ്പോർട്ട് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് അവ നമ്മുടെ അടുത്തുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ ആൻസേഴ്സിനനുസരിച്ചാണ് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. സോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ആർ യു ലിവ് വിത്ത് യുവർ ഫാമിലി? നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോട് കൂടെയാണോ ജീവിക്കുന്നത്? നെക്സ്റ്റ്, ആർ യു ഫീലിംഗ് എലോൺ? നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് വൺ, ആർ യു ബീയിങ് ലവ്ഡ് ആൻഡ് കെയർഡ്? നിങ്ങൾക്ക് എന്താണ് സ്നേഹവും കെയറും ഒക്കെ ലഭിക്കുന്നുണ്ടോ? ഡു യു ഫീൽ ജനറേഷൻ ഗ്യാപ്പ്? നിങ്ങൾക്കൊരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ്, ആർ യു ടേക്കിംഗ് എനി മെഡിസിൻസ്? നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? നെക്സ്റ്റ്, ഡു യു ഫീൽ സ്ട്രെസ്ഡ്? നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ? ദെൻ ഹൗ ഓഫൺ ഡു യു ഗോ ഔട്ട്? നെക്സ്റ്റ്, ഡു യു ഫേസ് എനി മെമ്മറി ഇഷ്യൂസ്? എന്തെങ്കിലും മെമ്മറി ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഡു യു ഹാവ് ഇഷ്യൂസ് ഇൻ സ്ലീപ്പിങ്ങിൽ, ഉറക്കത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഉറക്കമില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദെൻ വാട്ട് ഡു യു തിങ്ക് വിൽ മേക്ക് യു ഹാപ്പി? നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. ദെൻ ലാസ്റ്റ് അവസാനം ഒരു കൺക്ലൂഷൻ നമുക്ക് എഴുതാം. ഓൾഡ് ഏജ് ഈസ് ഇറവേഴ്സിബിൾ ബയോളജിക്കൽ പ്രോസസ്സ്. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്, ഒരു ജനിതകമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. ദി പ്രോബ്ലം ഓഫ് ഓൾഡ് ഏജ് ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് എ മെയിൻ സോഷ്യൽ പ്രോബ്ലം ഓൾ ഓവർ ദി വേൾഡ്. എന്താണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ട് ഇന്ന് ഈ ലോകത്ത് മാറിയിട്ടുണ്ട്. ഇൻ ഓൾഡ് ഏജ് ഫേസ് പീപ്പിൾ ആർ റിക്വയർഡ് ടു ഫേസ് മെനി സോഷ്യോ എക്കണോമിക് ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ് which they are not able to solve and have to suffer and thus becoming problematic issues for the society. എന്താണ്? ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് സോഷ്യോ എക്കണോമിക് ആയിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലംസ് ഒന്നും അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ബാക്കിയുള്ളവരെ സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലംസ് ഒക്കെ എന്താണ്? സൊസൈറ്റിയുടെ തന്നെ ഒരു ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്.